ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. നമ്മൾ വട്ടപ്പാറ SUTയിലാണ് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു, എൻ്റെ നൻപൻ. അപ്പം ഒരു വർഷമായി ഞാൻ ഇപ്പോൾ ബ്ലഡ് കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അറ്റത്തുള്ള ക്യൂ നോക്കിക്കേ, എന്തോരം ക്യൂ ആണെന്ന് നോക്കിക്കേ. ഫുള്ള് ക്യൂ കേട്ടോ. കുറേ പേര് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയേക്കുന്നവർ, കുറേ പേര് OP എടുക്കാനുള്ളവർ തന്നെ, എല്ലാം കൂടെ വൻ തിരക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക ഇവിടെ. അപ്പം നമ്മളോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. രാവിലെ നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മളോട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോയി കഴിച്ചിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നാളെ വിചാരിക്കുന്നു ഒന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത്. സെറ്റല്ലേ? അപ്പം ഇനി ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ നിൽക്കാൻ പറഞ്ഞു നമ്മളോട്. അപ്പം അകത്തോട്ട് ഒരു ചേച്ചി വന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ബ്ലഡ് കൊടുക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ബ്ലഡ് സെൻറ്റർ SUT വട്ടപ്പാറ ഹോസ്പിറ്റലിലെ. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞേ. വിഷ്ണു അവിടെ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, വിഷ്ണുവിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടോ? അതിനകത്ത് അധികം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വിഷ്ണു എങ്ങനെയുണ്ട്? ഓക്കെ. എനിക്കിവിടെ ഞരമ്പ് കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ റൈറ്റ് ഹാൻഡ് നോക്കാമെന്നും പറഞ്ഞിട്ട് പോയേക്കാം. ഒരു സിസ്റ്ററുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ബ്ലഡൊക്കെ കൊടുത്ത് സോ പ്രൗഡ് അല്ലേ? ഒന്നും പറയണ്ട, ഭയങ്കര വേദനയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ ആ സൂചി ഇച്ചിരി വലിയൊരു സൂചിയായിരുന്നു. കുത്തിയപ്പോൾ തന്നെ ഞാൻ വിളിച്ച്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ മേളിലേക്ക് പോകുന്നു. അപ്പോൾ മേളിലോട്ട് പോയി എത്തിയിട്ട് കാണാം. ഒരു കാര്യം നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇവിടുത്തെ ബ്ലഡ് കൊടുത്തതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ബ്ലഡ് ഡൊണേഷനൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ക്ഷീണം, വലിയ ക്ഷീണമൊന്നുമില്ല, ചെറിയൊരു പിന്തള്ള തലന വീണയും കൂടെ ചെയ്യണം. പിന്നെ അങ്ങനെ ഞങ്ങളത് ഇവിടെ ഒരു ബേക്കറിയിൽ വെള്ളം കുടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്താണ് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഷാർജ കുടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഇനി പറയാനുള്ള കാര്യം, അതായത് എടാ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? അവിടുത്തെ സ്റ്റാഫുകൾ നമ്മുടെ വീട്ടിലുള്ള ചേച്ചിമാരെ കണക്കായിരുന്നു. സത്യം, വീട്ടിലുള്ളവരെ പോലെ തന്നെ. അത് SUT വട്ടപ്പാറയിലെ സ്റ്റാഫിനെ പറ്റി പറയാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരാളിനെ ഡീൽ ചെയ്യുന്ന രീതിക്കല്ല ശരിക്കും അവർ ഡീൽ ചെയ്തത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്ന കണക്കാണ് നമുക്ക് അവിടെ സംസാരിക്കാനൊക്കെ ഉള്ള ഫ്രീഡം തന്നല്ലേ. ആ ചിരിയും കളിയായിരുന്നു അതിനകത്ത്. ആ വീഡിയോക്കകത്ത് ഫുള്ള് കംപ്ലീറ്റ് ഇടാൻ പറ്റുമോ എന്ന് പറ്റുമെങ്കിൽ ഇട്ടേക്കാം. കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ നമുക്ക് ബ്ലഡ് ബാങ്കിനകത്ത് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു. അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത്. കാരണം ഞാൻ 2 വട്ടം ഇതിന് മുമ്പ് ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക ഒരു ഫീലാണ് ബ്ലഡ് ഡൊണേഷൻ സമയത്തുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട സംഭവം വേറെ ഒന്നുമില്ല, ആഫ്റ്റർ കെയർ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു ഫ്രൂട്ടി അല്ലല്ലോ, ഒരു ഷേക്കും ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് തന്നു. ഷേക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നാലും എടുത്തു പറയേണ്ടത് അവിടുത്തെ സ്വഭാവം മീൻസ് പെരുമാറ്റം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതൊരു കാര്യമായിട്ട്
അതൊരു മെയിൻ കാര്യമാണ്. പഴയതാണെന്ന് വിചാരിച്ച് കയറി വരുന്നത്. പണ്ടൊക്കെ കുത്തുന്ന സൂചിയിട്ടല്ല ശരിക്കും ഇപ്പൊ ബ്ലഡ് എടുക്കാൻ വേണ്ടി കുത്തുന്ന ഒരു എരുമയ്ക്ക് കുത്തുന്നത്. ഇപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു വലിയ സൂചി ഇട്ടാണ് കുത്തിയത്. ആ സൂചി കൊണ്ട് അടുത്ത് വന്ന് അവര് ക്യാപ്പ് തുറന്നപ്പോഴേ എന്റെ കിളി പോയി. ഞാൻ അറിഞ്ഞ പോലുമില്ല, കുത്തിയെന്ന് പറഞ്ഞില്ല ഊരിയെന്ന് പറഞ്ഞു. സത്യം. പക്ഷെ എനിക്ക് വേദനിച്ചു, നന്നായിട്ട് വേദനിച്ചു. എന്റെ ദൈവമേ, അത് അവര് ക്യാപ്പ് തുറന്നില്ലേ, ആ വീഡിയോ ചേച്ചി തിരിച്ചാണല്ലോ. ആ ക്യാപ്പ് തുറന്നത് എനിക്ക് എന്റെ കിളി പോയി. അവിടെ നല്ല റേഡിയസ് ഉള്ള വലിയ സാധനം. കാര്യം നമ്മൾ എപ്പോഴും കുത്തിയത് അതിൽ തന്നെ നോക്കിയിരുന്നാൽ മതി, അപ്പൊ വേദന അറിയില്ല. അതിൽ തന്നെ നോക്കിയതായിരിക്കും എനിക്ക് പക്ഷെ മാറി ഇന്നലെ വേദന അത് നോക്കിയിരുന്നത് നേരെ കയറി അങ്ങ് പോയതാണ്. പക്ഷെ എന്തോ അങ്ങനെ അടിപൊളിയായിട്ട്. പക്ഷെ പിന്നെ ആ കുത്തിയ സമയത്തുള്ളൊരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം ആസ് യൂഷ്വലി കഴിഞ്ഞു പോയി. എല്ലാം പൊളിയായിരുന്നു. എന്തായാലും അങ്ങനെ ഇവിടെ വന്ന് ഒരു മിനറൽ വാട്ടർ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു ജ്യൂസൊക്കെ കുടിക്കണം, പോണം. ഗൈസ്, അപ്പോൾ ഇനി വീടൊക്കെ എത്തിയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലിടാം. ഓക്കെ.